ഗുഡ് ഈവനിങ്. ഹൈ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള എന്നാൽ ഫാറ്റ് കണ്ടന്റ് കുറഞ്ഞിട്ടുള്ള മുട്ടയല്ലാതെ എന്തൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ ഉൾപ്പെടുത്താം എന്നുള്ള കാര്യം എല്ലാവർക്കും ഒരു ഡൗട്ട് ഉള്ളതാണല്ലേ. പേഷ്യൻസ് അധികവും ചോദിച്ചു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് മുട്ടയല്ലാതെ നമുക്ക് പ്രോട്ടീൻ ഒരുപാട് കിട്ടുന്ന രീതിയിൽ എന്ത് കഴിക്കാം. നമ്മൾ ഹൈ പ്രോട്ടീൻ ഫുഡ് കഴിക്കണം എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് എല്ലാവരും പറയുന്ന കാര്യമായിരിക്കും അല്ലേ മുട്ട കഴിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ആ കാര്യമാണ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഡോക്ടർ വർഷ, ആയുർവേദിക് ഡയബറ്റിസ് സ്പെഷ്യലിസ്റ്റാണ്. നമ്മൾക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം ഇതാണ്, മുട്ടയല്ലാതെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം എന്നുള്ളത്. നമ്മൾ വെയിറ്റ് ലോസിന് ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവരായിട്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് ഡയബറ്റിസിൽ വെയിറ്റ് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ഷുഗർ മാനേജ്മെൻറ്റും ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്ത് കഴിക്കാം, മുട്ടയല്ലാതെ ആ ഒരു പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലുള്ള എന്താ നമുക്ക് കഴിക്കാൻ പറ്റുക എന്നുള്ളത് പലർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്. അതുകൊണ്ടാണ് നമ്മളത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാമെന്ന് പറയുന്നത് തന്നെ. ബ്രേക്ക്ഫാസ്റ്റ് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രി അത്രയും നേരത്തെ ആ ഫാസ്റ്റിങ്ങിന് ശേഷം നമ്മുടെ ആ ഗ്ലൂക്കോസ് കണ്ടൻറ്റ് പെട്ടെന്ന് ഉയരാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ് അല്ലേ. നമ്മൾ രാവിലെ ഇപ്പോൾ ഒരുപാട് കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പാക്കേജ്ഡ് ആയിട്ടുള്ള ഫുഡ്സൊക്കെ കഴിക്കുമ്പോൾ പെട്ടെന്നൊരു ഷുഗർ സ്പൈക്കാണ് ഉണ്ടാകുന്നത്. എന്നാൽ നമ്മൾ ഹൈ പ്രോട്ടീൻ ഉള്ള, ഓൾറെഡി പറഞ്ഞ പോലെ ഹൈ പ്രോട്ടീൻ, അതുപോലെ പിന്നെ ഫൈബർ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ളവ, കാർബോഹൈഡ്രേറ്റ് കുറച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഷുഗർ സ്പൈക്ക് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഡയബറ്റിസ് മാനേജ്മെൻറ്റിൽ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. മെഡിസിൻ്റെ കൂടെ തന്നെ ഇത്തരം കാര്യങ്ങൾ കൂടെ ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ടുള്ള ഫുഡ് എന്നുള്ള രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. എന്നാൽ എല്ലാവർക്കും മുട്ട എടുക്കാൻ പറ്റണമെന്നില്ല അല്ലേ. ഒരു പക്ഷേ അവർക്ക് നോൺ വെജ് കഴിക്കാത്തവർ എന്നുള്ളൊരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ മുട്ട അലർജി ഉള്ളവരായിരിക്കും. മുട്ടയോട് വലിയ ഇൻട്രസ്റ്റ്, രണ്ട് മുട്ട കഴിക്കുമെന്ന് പറയുമ്പോഴേ എനിക്കൊരു മുട്ട തന്നെ കഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്നവർ ഒരുപാട് കേട്ടിട്ടുണ്ട്. മുട്ട കഴിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുമ്പോൾ പല ബുദ്ധിമുട്ടും, ഛർദ്ദിക്കാൻ വരുന്നത് പോലെ അല്ലെങ്കിൽ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ബോഡി ഒരുപോലെ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് ആൾട്ടർനേറ്റീവ് ആയിട്ട് എന്ത് ചെയ്യാമെന്ന് നോക്കാം. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൽ എന്തൊക്കെ അടങ്ങിയിരിക്കണം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ ലോ കാർബോഹൈഡ്രേറ്റ് ആയിരിക്കണം, ഫാറ്റ് കണ്ടൻറ്റ് കുറവായിരിക്കണം, അതുപോലെ തന്നെ ഓയിൽസൊക്കെ കുറവ് യൂസ് ചെയ്യുക, പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലായിട്ട് കഴിക്കുക, ഫൈബർ കണ്ടൻറ്റ് ഉള്ളവ കൂടുതലായിട്ട് കഴിക്കുക. അപ്പോൾ നമ്മൾ ഈ പ്രോട്ടീൻ കണ്ടൻറ്റ് ഉള്ളവ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ, അതുപോലെ തന്നെ ഫൈബർ കണ്ടൻറ്റ് കൂടുതലായിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ ഡൈജഷൻ അത്ര പെട്ടെന്ന് നടന്നു 1 മണിക്കൂറിനകത്ത് തന്നെ എനിക്ക് വിശക്കുന്നു എന്നുള്ളൊരു കണ്ടീഷൻ നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ. ഡയബറ്റിസ് ഉള്ള അധികം ആൾക്കുള്ളൊരു ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് വിശക്കുക എന്നുള്ളത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ബ്രെയിനിലേക്ക് ആ ഒരു സിഗ്നലാണ് പോകുന്നത്. വീണ്ടും വിശക്കുന്നു അല്ലെങ്കിൽ എനർജി ഇല്ല എന്നുള്ളൊരു സിഗ്നൽ പോകുമ്പോഴാണ് നമുക്ക് വീണ്ടും ഭക്ഷണം കഴിക്കാനും അതുപോലെ തന്നെ ഒരു ക്ഷീണമൊക്കെ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോട്ടീൻ കണ്ടൻറ്റ് ഉള്ളവ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ ഡൈജഷൻ മെല്ലയാവും, ഫൈബർ കണ്ടൻറ്റ് കൂടെ കൂടുതൽ കഴിക്കുമ്പോൾ ഡൈജഷൻ മെല്ലയാവുകയും നമുക്ക് പെട്ടെന്ന് നമുക്കൊരു സാറ്റേറ്റ് ഫീലിംഗ്, നമ്മൾ വയറ് നിറഞ്ഞ ഒരു ഫീലിംഗ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഷുഗർ സ്പൈക്കും അവിടെ കൂടില്ല. അതുകൊണ്ട് നമ്മൾ ഭക്ഷണത്തിൽ ചീര, വെള്ളരി, ക്യാപ്സിക്കം, ബ്രോക്കോളി ഇത്തരം ഐറ്റംസൊക്കെ യൂസ് ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. നമുക്ക് ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ കഴിക്കാൻ കൺവീനിയൻ്റ് ആയിരിക്കില്ല. അതൊന്നും കഴിക്കുമ്പോൾ നമുക്ക് അത്ര ബുദ്ധിമുട്ട് വരില്ല. മറിച്ച് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടൊരു ഡയറ്റ് ഇന്ന ദിവസം ഇന്നത് മാത്രം ആകുമ്പോൾ ഒരു ബുദ്ധിമുട്ടാകും. പക്ഷേ ഇവയൊക്കെ നമുക്ക് മാറ്റി മാറ്റി യൂസ് ചെയ്യുമ്പോൾ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. നമുക്ക് ഡയറ്റ് കണ്ടിന്യൂ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് നിൽക്കാനും വേണ്ടിയിട്ട് വെയിറ്റ് മാനേജ്മെൻറ്റിനൊക്കെ ഇത് വളരെ യൂസ്ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ട്. മുട്ട അല്ലാതെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെ കഴിക്കാം എന്നുള്ളതാണല്ലോ അല്ലേ നമ്മുടെ ടോപ്പിക്ക്. അതിലേക്ക് തന്നെ വരാം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഗ്രീക്ക് യോഗർട്ട് ബൗൾ. ഗ്രീക്ക് യോഗർട്ട് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഗ്രീക്ക് യോഗർട്ട് എടുക്കുമ്പോൾ മധുരം ഇല്ലാത്തവ നോക്കി സെലക്ട് ചെയ്യാം, മധുരം ചേർക്കാത്തത്. അതിൻ്റെ കൂടെ നമുക്ക് സീഡ്സ് ആയിട്ടുള്ള ചിയ സീഡ്സ്, പംകിൻ സീഡ്സ്, അതുപോലെ തന്നെ നട്ട്സ്, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് ആ നട്ട്സ് ചെറിയ തോതിൽ ചേർത്തിട്ട് പഞ്ചസാര ചേർക്കാതെ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കാവുന്നതാണ്. നല്ലൊരു പ്രോട്ടീൻ കണ്ടൻറ്റ് ഉള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ യോഗർട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഷുഗർ കണ്ടൻറ്റ് അതിൽ വാല്യൂ എത്രയാണെന്ന് നോക്കിയിട്ട് നമുക്ക് യൂസ്ഫുൾ ആവുന്നുള്ളത് നമുക്ക് ഇത്ര കാലോറി വരും അതൊക്കെ കണക്കാക്കിയിട്ട് വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ എല്ലാം കഴിക്കാം എന്നല്ല. ഗ്രീക്ക് യോഗർട്ട് നല്ലൊരു ഓപ്ഷനാണ്. യോഗർട്ട് കഴിക്കുന്നവരുണ്ടാവും, പക്ഷേ ഗ്രീക്ക് യോഗർട്ട് ബൗൾ എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് നോക്കി ഇതൊക്കെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ നമുക്ക് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് വെജീസോ എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കഴിക്കാവുന്നതാണ്. നല്ലൊരു പ്രോട്ടീൻ സോഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ദഹനം മന്ദഗതിയിലാക്കുകയും ഷുഗർ സ്പൈക്ക് കുറയ്ക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അടുത്തതാണ് നമുക്ക് പനീർ വെജിറ്റബിൾ ബൗൾ നോക്കാം.
വെജിറ്റേറിയൻസ് ആയിട്ടുള്ളവർക്ക് വളരെ പ്രിയപ്പെട്ടുള്ള ഒരു കാര്യമായിരിക്കില്ലേ പനീർ എന്ന് പറയുന്നത്. അപ്പോൾ ആ പനീർ ക്യൂബ്സിൻ്റെ കൂടെ നമുക്ക് ചീര, ക്യാപ്സിക്കം, ബ്രോക്കോളി അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും എടുക്കാം. അത് നിങ്ങൾക്ക് മസാല ചേർത്തോ ബോയിൽഡ് ചെയ്തിട്ടോ പനീർ എങ്ങനെയാണോ നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടം ആ രീതിയിൽ കഴിക്കാവുന്നതാണ്. ഇതും പ്രോട്ടീൻ കണ്ടൻറ്റ് വളരെ കൂടുതലും കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റ് വളരെ കുറവാണ് വരുന്നത്. അപ്പോൾ സെയിം തന്നെ വരുന്നത് ദഹനം മന്ദഗതിയിലാക്കും, ഷുഗർ സ്പൈക്ക് അവിടെ കുറക്കും, നമുക്ക് ഒരു എനർജി ഉണ്ടാവും കഴിച്ചു കഴിഞ്ഞാൽ. അടുത്തതാണ് ടോഫു വെജിറ്റബിൾ സ്ക്രാമ്പിൾ. നമുക്ക് എഗ്ഗിന് പകരം ടോഫു യൂസ് ചെയ്യാം. ടോഫു എന്ന് പറയുന്നത് നമ്മൾ സോയ് മിൽക്ക് അത് കണ്ടൻസ് ചെയ്തിട്ട് സോളിഡ് ക്യൂബ്സ് പോലെ ഉണ്ടാകുന്നതാണ്. അറിയാത്തവർക്ക് ഞാനിവിടെ പിക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ടോഫു, അതിൻ്റെ കൂടെ വെജിറ്റബിൾസ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് ഇത് ചേർത്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അതിൻ്റെ പ്രിപ്പറേഷൻ റെസിപ്പി എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ റിപ്പോർട്ട്സ് ഒരുപാട് റിസർച്ചസ് ഒക്കെ പറയുന്നത് ഈ സോയ് പ്രോട്ടീൻ്റെ മെറ്റബോളിക് ഹെൽത്തും അതുപോലെ തന്നെ ലിപ്പിഡ് പ്രൊഫൈലിലൊക്കെ ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട്, ഇപ്പോൾ കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ഈ ഒരു ഫുഡ് പറഞ്ഞു കൊടുക്കുന്ന കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അത് നമ്മുടെ ഈ ലിപ്പിഡ് പ്രൊഫൈലിലുള്ള നമ്മുടെ ടോട്ടൽ കൊളസ്ട്രോൾ ഹൈ ആയിട്ടുണ്ടാവുക, LDL കൂടുതലായിട്ടുണ്ടാവുക എന്നുള്ള കണ്ടീഷൻസൊക്കെ വരുമ്പോൾ ഇതുപോലെ ഡയറ്റ് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇത് വളരെ ഹെൽപ്ഫുള്ളാണെന്ന് റിസർച്ചസ് തന്നെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വളരെ നല്ലൊരു ആൾട്ടർനേറ്റീവാണ്, മുട്ടയ്ക്ക് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ടോഫു വെജിറ്റബിൾ സ്ക്രാമ്പിൾ എന്ന് പറയുന്നത്. അടുത്തതായിട്ടാണ് നമുക്ക് സ്പ്രൗട്ട്സ് അല്ലെങ്കിൽ ലെൻറ്റിൽ സാലഡ്സ്. അപ്പോൾ പയറുവർഗ്ഗങ്ങൾ മുളപ്പിച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ടാവില്ലേ. നമ്മൾ വളരെ പ്രോട്ടീൻ കണ്ടൻറ്റുള്ള ഒരു സോഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്കത് അതിൻ്റെ കൂടെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. മുളപ്പിച്ച് അതുപോലെ കഴിക്കുന്നവരുണ്ട് അല്ലേ, പയർ അതുപോലെ കടല, പരിപ്പ് ഇതൊക്കെ മുളപ്പിച്ച് കഴിക്കുന്നത്. അത് തന്നെ മുളപ്പിച്ചത് വെച്ച് തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കാം. ദോശയുടെ കൂടെ തേങ്ങാ ചട്നി കൂട്ടിയിട്ട് അങ്ങനെയും കഴിക്കാം. വെയിറ്റ് മാനേജ്മെൻറ്റിനും അതുപോലെ തന്നെ ഷുഗർ മാനേജ്മെൻറ്റിനും നല്ലൊരു പ്രോട്ടീൻ സോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇത് ഹെൽപ്ഫുള്ളാണ്. പക്ഷേ ക്വാണ്ടിറ്റി ശ്രദ്ധിക്കണം. ഒരുപാട് കഴിക്കുമ്പോൾ നമുക്ക് ആ കാർബോഹൈഡ്രേറ്റ് അളവും കൂടാം, ഷുഗർ സ്പൈക്കും ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ബോഡിക്ക് എത്ര വേണം, എത്ര കാലറി വേണം എന്നൊക്കെ നോക്കിയിട്ട് മാത്രം ഇത്തരം കാര്യങ്ങൾ എടുക്കുമ്പോൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിൻ്റെ കൂടെ നമുക്ക് സാലഡ് ഐറ്റം കഴിക്കാം, കുറച്ച് ഇതെടുക്കാം, അതിൻ്റെ കൂടെ നമുക്ക് വെജിറ്റബിൾസ് കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഒരു ബൗള് സാലഡ് ആയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് അഞ്ചാമതായിട്ട് പ്രോട്ടീൻ സ്മൂത്തി എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. പലരും ചോദിച്ചു കാണാം, സ്മൂത്തി ലവേഴ്സ് ഒരുപാട് കണ്ടിട്ടുണ്ട്, കഴിക്കാവോ, ഇഷ്ടമാണ്, രാവിലെ കഴിക്കാറുണ്ട്, ഇപ്പോൾ ഷുഗർ കൂടിയതിന് ശേഷം കഴിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ അൺസ്വീറ്റൻഡ് ആയിട്ടുള്ള യോഗട്ട്, അതായത് നമ്മൾ മധുരം ചേർക്കാത്ത, മധുരം ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ആ യോഗട്ട് എടുക്കുക. അതിനോട് നമുക്ക് നട്ട്സ് ആഡ് ചെയ്യാം, ലോ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ചിയാ സീഡ്, പംകിൻ സീഡ്, എന്താണ് നട്ട്സ് എന്താണ് ഇഷ്ടമുള്ളത് അതൊക്കെ ചേർത്തിട്ട് നമുക്ക് പഞ്ചസാര ചേർക്കാതെ അതുപോലെ തന്നെ ഫ്രൂട്ട് ജ്യൂസസ് ചേർക്കാതെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇത് കഴിക്കുന്നതുകൊണ്ട് പെട്ടെന്നൊരു ഷുഗർ സ്പൈക്ക് ഉണ്ടാവില്ല, പക്ഷേ സ്വീറ്റ്നർ ഒന്നും ചേർത്തിട്ടില്ല യോഗട്ടിൽ എന്നുള്ളത് ഉറപ്പ് വരുത്തണം. നമ്മളായിട്ട് അതിൽ പഞ്ചസാര ആഡ് ചെയ്യാനും പാടില്ല. ലാസ്റ്റ് വണ്ണാണ് ചിക്കൻ അല്ലെങ്കിൽ ഫിഷിന് കൂടെ വെജിറ്റബിൾസ് കൂടെ ആഡ് ചെയ്തിട്ട് കഴിക്കുന്നത്. നമ്മൾ നോൺ വെജിറ്റേറിയൻസിന് ചിലപ്പോൾ രാവിലെയും ഫിഷ് അല്ലെങ്കിൽ ചിക്കൻ എന്തെങ്കിലും വേണമെന്ന് നിർബന്ധമുള്ളവരുണ്ടാവും അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പച്ചക്കറികളുടെ കൂടെ ഗ്രിൽഡ് ആയിട്ടുള്ളത്, ഓയിൽ മാക്സിമം ഒഴിവാക്കുന്നതാണ് ബെറ്റർ. ഗ്രിൽഡ് ആയിട്ടുള്ള ചിക്കൻ അല്ലെങ്കിൽ ഫിഷ് ചേർക്കാവുന്ന, നമുക്കൊരു വലിയ ഫിഷ് തന്നെ എടുക്കാം, കുഴപ്പമില്ല. പ്രോട്ടീൻ സോഴ്സാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലും കാർബോഹൈഡ്രേറ്റ് കുറയുകയും ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ വെജിറ്റബിൾസ് കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ഫൈബറും പ്രോട്ടീനും ഒക്കെ കിട്ടുന്നതിനാൽ തന്നെ അത് ഹെൽപ്ഫുൾ ആവുകയേ ചെയ്യുള്ളൂ. പിന്നെ വെയിറ്റ് മാനേജ്മെൻറ്റിന് ശ്രമിക്കുമ്പോഴും ഒബിസിറ്റി വളരെ ബുദ്ധിമുട്ടായിട്ട് കണ്ടിട്ടുണ്ട് ഡയബറ്റിസ് പേഷ്യൻസിൽ. അതുപോലെ തന്നെയാണ് അത് കുറയ്ക്കാൻ വെയിറ്റ് മാനേജ്മെൻറ്റും വളരെ ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് അവർക്ക് തോന്നാറുള്ളത്. അതുകൊണ്ട് ഇതൊരു നല്ല ഓപ്ഷനാണ്. കുറച്ച് 5-6 ഡിഷസ് നമ്മളിപ്പോൾ പറഞ്ഞല്ലേ, കാര്യങ്ങൾ പറഞ്ഞു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനുള്ളത്. അപ്പോൾ ഇവയൊക്കെ നമുക്ക് ട്രൈ ചെയ്യാനുള്ളൊരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്. അവസാനമായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ വരുന്ന ചില തെറ്റുകൾ നമുക്ക് നോക്കാം. ഡയബറ്റിസ് ഉള്ളവർക്ക് ഷുഗർ ഒഴിവാക്കണം എന്നറിയുന്നുണ്ടാവും, പക്ഷേ ചായ കുടിക്കുമ്പോൾ ഷുഗർ ഇല്ലാതെ പറ്റില്ല എന്നുള്ളവരുണ്ടാവും അല്ലേ. അപ്പോൾ ചായ കാപ്പിയൊക്കെ കുടിക്കുമ്പോൾ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ഫ്രൂട്ട് ജ്യൂസസ്, രാവിലെ തന്നെ ഒരു എനർജി കിട്ടാൻ വേണ്ടി ഫ്രൂട്ട് ജ്യൂസസ് കുടിക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഡയബറ്റിസ് ഉള്ളവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെയുള്ളതാണ് ബ്രെഡ്. നമ്മൾ ബ്രൗൺ ബ്രെഡ് ആയിക്കോട്ടെ, വൈറ്റ് ബ്രെഡ് ആയിക്കോട്ടെ, ബ്രെഡ് കഴിക്കുന്നതും ഷുഗർ സ്പൈക്ക് ഉണ്ടാക്കാൻ വേണ്ടി വളരെ കാരണമാവാറുണ്ട്. പിന്നെ നമ്മൾ സ്മൂത്തി അതുപോലെ ഉള്ളവയൊക്കെ കഴിക്കുമ്പോഴും ഹൈ ഷുഗറാണ് അവിടെ കിട്ടുന്നത്. നമ്മൾ ഫ്രൂട്ട്സ് ജ്യൂസ് അടിച്ച് കഴിക്കുമ്പോൾ തന്നെ അവിടെ ഷുഗർ സ്പൈക്ക് ഉണ്ടാകുന്നുണ്ട്. ഫ്രൂട്ട്സ് കഴിക്കുന്നത് പോലെയല്ല ഫ്രൂട്ട് ജ്യൂസസ് കഴിക്കുന്നത്.
പിന്നെ രാവിലത്തെ ജോലി തിരക്കിൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഫുഡ് സ്കിപ്പ് ചെയ്യുന്നവരുണ്ട്. അതും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. നമുക്ക് ഡയബറ്റിസ് ഉള്ളവർക്ക് ഫുഡ് ഒരിക്കലും സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഹെൽത്തി ആയിട്ട് കഴിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. പിന്നെ എന്ത് ഫുഡായാലും നമ്മൾ എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റണമെന്നില്ല. നിങ്ങളുടെ ഏജ്, എന്തൊക്കെ മെഡിസിൻസ് ആണ് എടുക്കുന്നത്, ഇൻസുലിൻ എടുക്കുന്നുണ്ടോ, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും അസോസിയേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളുണ്ടോ, ഇതൊക്കെ അനുസരിച്ചിട്ടാണ് നമുക്ക് ഈ ഫുഡ് കഴിക്കാവോ അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി കഴിക്കുക, എന്ത് കാര്യമായാലും എത്ര നല്ല ഫുഡായാലും നമ്മൾ ക്വാണ്ടിറ്റി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതും ലാസ്റ്റ് നമുക്ക് ബുദ്ധിമുട്ടാവേ ഉള്ളൂ. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം കഴിക്കാൻ. പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഫുഡ് എന്ന് പറയുമ്പോൾ മുട്ട മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് പേര് ചോദിച്ചിട്ട് കേട്ടിട്ടുണ്ട് മുട്ട പറ്റില്ല, അപ്പോൾ എങ്ങനെയാണ് പ്രോട്ടീൻ കിട്ടുക എന്നുള്ളത്. മറ്റ് ഇത്രയും ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, ഇനിയും റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നതിലായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ, ഇതൊന്നും പറ്റില്ല എന്നാണെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. യൂട്യൂബിൻ്റെ ബയോയിൽ ലിങ്ക് ഉണ്ട്, അല്ലെങ്കിൽ കോമെൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഹെൽപ്ഫുള്ളായി എന്ന് കരുതുന്നു. ആർക്കെങ്കിലും മുട്ട പറ്റില്ല എന്നാൽ എനിക്ക് ഹെൽത്തി ആയിട്ട് ഹൈ പ്രോട്ടീൻ ഉള്ളത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്ന് ആഗ്രഹമുള്ള ഫ്രണ്ടോ റിലേറ്റീവോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസായിട്ട് കാണാം. താങ്ക് യു.